ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്താണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം. മേ ബി ഇതിൽ പലർക്കും അവരിൽ നിന്നൊരു മെസ്സേജോ ഒരു കോളോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. മറ്റു ചിലർക്ക് കുറച്ച് നാളുകളായിട്ടുള്ള കാത്തിരിപ്പായിരിക്കാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതുവരെ ഉണ്ടാകുന്നില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു പേഴ്സന്റെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ട്രൂ ഇന്റൻഷൻ നിങ്ങളുടെ കാര്യത്തിൽ എന്താണ്? അവർ നിങ്ങളിലേക്ക് സ്ഥിരമായിട്ട് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടോ? അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയി പോവുകയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അർത്ഥം ഉണ്ടാകുമോ? ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്കതിനെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ അവരോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു സ്നേഹ നിമിഷങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് മുഴുവനായിട്ട് കാണുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് റെസനേറ്റ് ആകും. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹൈ വൈബ്രേഷൻ എന്നൊരു മെസ്സേജ് ആണ് ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്. ഡിസ്ഹാർമണി എന്ന് കിട്ടിയിട്ടുണ്ട്. ടൈമിംഗ്, എനർജി, സെൽഫ് കെയർ വന്നിട്ടുണ്ട്. ട്രസ്റ്റ്, ഡിവൈൻ ടൈം, അട്രാക്റ്റീവ്, ഗാർഡഡ്, ഡെസ്റ്റിനി, ഫൗണ്ടേഷൻ, സ്ട്രക്ചർ, ഓക്കെ, ഫേറ്റ്, ഫോർച്യൂൺ ആണ്, സഫറിംഗ്, പാസ്റ്റ്, intention, self love, സൺ കാർഡ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത്തിന്റെ കാർഡാണ്. ആക്ഷൻ, ഓക്കെ,
ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കംഫർട്ട് സോൺ ആണ്. ഓക്കെ, നമുക്ക് ടാരോട്ട് കൂടെ നോക്കാം. Ten of Cups, the Hierophant, Page of Wands, Five of Cups, Three of Swords, Four of Cups, the World. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് ഇതൊക്കെയാണ്. നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് അനുസരിച്ചിട്ടുള്ള കാർഡുകളിൽ പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ എന്തായാലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ്. നമുക്ക് അങ്ങനെ ഒരു എനർജിയാണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പല രീതിക്ക് വാക്തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായ വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ഡിസ്ഹാർമണിയാണ് വന്നിരിക്കുന്നത്, കോൺഫ്ലിക്റ്റ് ആണ്, ആർഗ്യുമെന്റ്സ്, ഹാഷ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഷ് ആയിട്ടുള്ള കുറേ വാക്കുകൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ വലിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിന്റെ ഭാഗമായിട്ട് ആർഗ്യുമെന്റ്സ് വേണ്ടി വന്നു, കോൺഫ്ലിക്റ്റ് വന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുക എന്നൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം, മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ അത്രത്തോളം റാഷ് ആയിട്ട് അവരുടെ അടുത്ത് പെരുമാറിയത്. ഈ ഒരു സമയത്ത് നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെ കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ കുറച്ച് അകന്ന് നിൽക്കുന്ന സമയമായിരിക്കാം, കുറച്ചധികം സമയവുമായിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ എന്തായാലും അവർക്കൊരു ഹീലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, അപ്പൊ അവരുടെ ഒരു ട്രൂ ഇന്റൻഷൻ, അവരുടെ ഒരു എനർജി ലെവലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വഴക്കിട്ട് നിങ്ങൾ അവരിൽ നിന്ന് മാറി നിന്ന സമയത്ത് അവർ നിങ്ങളെ അത്രത്തോളം ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവർ ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും ഇല്ലാതെ മാറിപ്പോയ വ്യക്തികളായിരിക്കാം. മേ ബി ഇതിൽ നമ്മൾ റീഡിംഗ് കാണുന്ന വ്യക്തികൾക്ക് പലവർക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടോ കോൾ ആയിട്ടോ അല്ലെങ്കിൽ തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. മറ്റു ചിലർക്കായിരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ചെറിയ രീതിയിലുള്ള ഹീലിംഗ് വൈബ്രേഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നമുക്കിവിടെ എനർജിയിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അതിന്റെ മുന്നേക്കുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ നടന്ന ആ ഒരു കോൺഫ്ലിക്റ്റ്, ആ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇവർക്ക് വളരെയധികം ഹേർട്ട് ആയിട്ടുണ്ട്, നിങ്ങൾക്കും ഹേർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത്രത്തോളം ഒരു വലിയ ഗ്യാപ്പിലേക്ക് പോയത്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് അവരുടെ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ ഉള്ളിൽ ഒരു ഹൈ വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ പ്രാർത്ഥന, അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ടൈമിംഗ് കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തായാലും ചിന്തിക്കുന്നതനുസരിച്ചിട്ട് ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അതെല്ലാം അവിടെ പോകട്ടെ, ഇനി വേണ്ടത് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അതിനു വേണ്ടി ഒരു കറക്റ്റ് ടൈം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ചാടി നിങ്ങളിലേക്ക് വരിക എന്നൊരു ചിന്തയല്ല ഇവർക്കുള്ളത്. ഇവർക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു തീവ്രത എല്ലാം കുറച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഏറ്റ ആ ഒരു മുറിവ് മാറണം. അതുപോലെ നിങ്ങൾക്കും അവര് നിങ്ങളെയും ഹേർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ട്. അപ്പൊ ആ ഒരു മുറിവുകളെല്ലാം തന്നെ മാറ്റണം എന്ന് ഇവര് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഇന്നർ സോളിന്റെ ഗ്രോത്തിലേക്കാണ് ഇവർ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്ത വ്യക്തികളായിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്.
ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിൽ തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് സാധ്യമാവുകയുള്ളൂ. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകുന്നത്. അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള വഴക്കിട്ട സമയത്ത് നിങ്ങളുടെ വായിൽ നിന്ന് അവർക്ക് കേൾക്കേണ്ടി വന്ന കുറച്ച് വാക്കുകൾ അവർക്ക് ഒരുപാട് വേദനയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി അവർക്ക് അത് ചിന്തിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവർ നിങ്ങളോടും തിരിച്ച് ഓരോ വാക്കുകൾ പറയുകയും ഹേർട്ട് ചെയ്യുകയും ചെയ്തുവെങ്കിൽ മാറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ ആ ഒരു കുറേ വാക്കുകൾ അവരോട് പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം അവർ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. എല്ലാ രീതിയിലും ക്ലിയർ ആയിട്ട് തന്നെ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത്. ഇപ്പൊ അവരുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ലോ എനർജിയാണ്. അവരൊരു ഹീലിംഗിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് അവരെ റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റീചാർജ് ചെയ്ത് പൂർണ്ണമായിട്ടും അവർക്ക് അവരെ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലൂടെ മാത്രമേ ഇനി അവർക്ക് നിങ്ങളെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഇനിയും ആ ഒരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും അവരെ ഹേർട്ട് ചെയ്യുകയോ എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇവിടെ തീർച്ചയായിട്ടും മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരുമ്പോൾ നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് സൈലന്റ് ആയിട്ട് പോകാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള ഒരു ഊർജം ആ ഒരു എനർജി ഇവർക്ക് വേണം. അപ്പൊ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ എനർജി ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിവൈൻ ടൈമിലാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാഴ്ചയുടെ സമയം മുതൽ നിങ്ങൾ മുന്നോട്ടേക്ക് വന്നത് വളരെയധികം ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫിലൂടെയാണ്. അപ്പൊ അതിനകത്തേക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ എല്ലാം വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സണെ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോയി. അത് ആ ഒരു വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കാം. അവര് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളോട് അവര് ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ആയത്. അപ്പൊ നിങ്ങൾക്കും അതിനുള്ള ഒരു സമയം തരണം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചിന്തകളും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറാനുള്ള ഒരു ടൈം വേണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തിരിച്ചു വരുമ്പോൾ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു attraction വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. attraction എന്ന് പറയുമ്പോൾ physically ഉള്ള attraction ഉം അതുപോലെ തന്നെ mentally നിങ്ങളുടെ ആ ഒരു മനസ്സ് നിങ്ങൾ അത്രത്തോളം ഈ ഒരു person നെ സ്നേഹിച്ച വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും mutual ആയിട്ടുള്ള feelings ആണ് മുന്നോട്ടേക്ക് നിങ്ങൾ കൊണ്ടുപോയത്. ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഒരു person മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് പോയത്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ മാറി നിൽക്കുകയും നിങ്ങൾക്ക് തമ്മിൽ ഒരു ഗ്യാപ്പ് വന്ന സമയത്തും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് അവർ വളരെയധികം അട്രാക്റ്റ് ആകുന്നുണ്ടെന്നാണ് കാണുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു പാഷൻ കടന്നു വരുന്നു. നേരത്തെ ഉണ്ടായ രീതിയിൽ തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്നുള്ള ചിന്ത അവരുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു ഗാർഡിയൻ ആയിട്ട് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. എല്ലാ രീതിയിലും നിങ്ങളെ മറ്റുള്ള എല്ലാ കാര്യത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കാം മേ ബി നിങ്ങൾ ഇതുവരെ മുന്നോട്ടേക്ക് വന്നത്. പകുതി വെച്ച് വന്നപ്പോഴായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കവചമായിട്ട് തന്നെ മാറണം. നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് സോൾമേറ്റ് കണക്ഷനോ ട്വിൻ ഫ്ലെയിമോ എന്തുമായിക്കൊള്ളട്ടെ, ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്തും ഒരു കാർമിക് എഫക്റ്റ് വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. കുറച്ചധികം ദുർഘടം പിടിച്ച പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു വിധിയായിരുന്നു. പക്ഷേ ആ ഒരു വിധിയെ എല്ലാം തന്നെ നിങ്ങൾ തുടച്ചു നീക്കപ്പെടുകയാണ്. നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങളൊരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവിച്ചു കഴിഞ്ഞ് നിങ്ങൾ മുന്നിലേക്ക് വന്നപ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ ഇവിടെ അവസാനിക്കുകയാണ്. ബാഡ് കർമ്മ പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു സ്റ്റാർട്ടിങ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം കടന്നു വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളിൽ പല വ്യക്തികളും ഒരു പക്ഷെ ഇത്രത്തോളം ആയിട്ടും ഒരുപാടായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അവരിൽ നിന്ന് ഒരു മെസ്സേജ് ഒന്നും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ, അതെന്താണ് അങ്ങനെ, ഇനി അവർ വരികയേ ഇല്ലേ എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ അടുത്തേക്ക് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഒരു ഹാപ്പിനെസ് വരുന്നത്. കാരണം ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന കറക്റ്റ് ടൈമിങ്ങിൽ മാത്രമേ നിങ്ങളിലേക്ക് എത്താനായിട്ട് പാടുള്ളൂ.
കാരണം അവർ പെട്ടെന്ന് വന്നിട്ട് വീണ്ടും ഒരു വഴക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകാനായിട്ട് അവർക്ക് ഇനി താല്പര്യമില്ല. അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു തെറ്റ് അത് പൂർണ്ണമായിട്ടും തിരുത്താനായിട്ട് ആ ഒരു person എന്തായാലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ heal ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ലൈഫിന്റെ കാര്യത്തിൽ അത് എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരണം. അതിനൊരു ഫൗണ്ടേഷൻ വേണം. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ട് തന്നെ ബിൽഡ് ചെയ്ത് അതിനെ കൊണ്ടുവരണം. എങ്ങനെയാണോ ഇത്ര നാളും കൊണ്ടുവന്നത്, ഒറ്റയടിക്ക് താഴെയിട്ട് കല ഉടച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് വന്നതെങ്കിലും ഇനിയും അതിനെ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരണം. കാരണം ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് അത്രത്തോളം ഒരു അട്രാക്ഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ അവർ അത്രത്തോളം അവരുടെ മനസ്സിൽ ഇട്ട് പൂജിക്കുന്ന രീതി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എങ്ങനെയായിരുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും അവർ തെറ്റുകൾ ചെയ്തിട്ട് പോലും അവർക്ക് വേണമെങ്കിൽ അവർക്കും പോകാം. okay. പക്ഷെ അവരത് ചെയ്യാത്തതിന്റെ കാരണം നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ നന്മ ആ ഒരു person നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവരുടെ എല്ലാവിധ ഏറ്റക്കുറച്ചിലുകളുള്ള സമയത്തും നിങ്ങളാണ് അവരെ protect ചെയ്ത് നിന്നത്. കാരണം അവർക്കൊരു past ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അവർ ഒരുപാട് suffer ചെയ്യുന്ന ഒരു past അവർക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും past ൽ ഒരുപാട് പ്രശ്നങ്ങൾ വേദനകളൊക്കെ suffer ചെയ്ത് വന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേർന്നപ്പോഴേക്കും നിങ്ങൾക്ക് mutual ആയിട്ടുള്ള കുറെ feelings കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾക്ക് ഉണ്ടായത്. രണ്ട് വ്യക്തികൾക്കും ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും attract ആയത്. പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു person നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളും ഒരുപാട് ആദ്യവും നിങ്ങൾ suffer ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ life ൽ past ൽ. ഈ ഒരു person വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച വ്യക്തികളാണ്. പക്ഷെ ഇവരും നിങ്ങളോട് ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരു വേദനയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. okay. ഒരു victim ആയ അവസ്ഥ. ആ ഒരു situation ആണ് നിങ്ങളുടെ ഇപ്പോൾ. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു person നിങ്ങളിലേക്ക് വരട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് നിങ്ങൾ. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ ഇപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ. പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇനി വരുമോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്. let the past go എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു past ലുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പോകാനും നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ ഒരു present situation ൽ നിങ്ങൾക്ക് past നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് affect ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രശ്നവും അതിന് മുന്നേയുള്ള പ്രശ്നവും ഇതെല്ലാം നിങ്ങളെ affect ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു person ഉം. ഇവരും ഒരുപാട് painful ആയ situation ലൂടെ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചത് പോലെ ഒരു ജീവിതം ഇവർക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങളിൽ നിന്നായിരിക്കാം ഈ ഒരു person അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചത്. അവരുടെ ഒരു fantasy ഇവരൊരു ഒരുപാട് fantasy passion അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തികളാണ്. അപ്പൊ അവരുടെ ആ ഒരു ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചിട്ട് നിങ്ങളായിരിക്കാം അവരുടെ അടുത്ത് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ നിന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു person ന്റെ mind ലേക്ക് വരുന്നതും അതുകൊണ്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ ഇനി ഒരു structure വേണമെന്നും നല്ല രീതിക്ക് ഒരു strong ആയിട്ടുള്ള foundation build ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതും. അവരുടെ ഒരു true intention എന്ന് പറയുന്നത് നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ അവർ നിങ്ങളെ ഒരുപാട് manifest ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥമായ ഒരു intention എന്ന് പറയുന്നത് നിങ്ങളെ വേണമെന്ന് തന്നെയാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും cheat ചെയ്ത് ഉപേക്ഷിക്കുക എന്നൊരു മനസ്സ് ഈ ഒരു person ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇവരുടെ life ൽ ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവരെ തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ true intention എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ഒരു pure ആയിട്ടുള്ള love നിങ്ങൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ്. അവർ നിങ്ങളെ ഒരുപാട് manifest ചെയ്യുന്നതായിട്ടൊക്കെ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു hurt നെ നിങ്ങളുടെ ആ ഒരു മനസ്സിനെ attract ആക്കാൻ വേണ്ടിയിട്ട് attraction ആ ഒരു method പല രീതിക്ക് ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ strength ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു person ന്റെ heart chakras എല്ലാം തന്നെ open ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ മുന്നിലേക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം reveal ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായത് ഈ ഒരു വ്യക്തി കാരണമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. നിങ്ങളും എന്തെങ്കിലും രീതിയിൽ ഇവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കാം. പെട്ടെന്ന് പറഞ്ഞു പോയ ആ ഒരു കാര്യത്തിന്റെ പേരിൽ ഇവരും തിരിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെയായിരിക്കാം നിങ്ങൾക്കിടയിൽ വലിയൊരു വഴക്കിലേക്ക് എത്തിയത്. എന്തായാലും ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളെ manifest ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരെ തന്നെ സ്വയം cleanse ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നത് high vibration ആണ്. ഇവരുടെ ഈ ഒരു vibration നമ്മൾ നേരത്തെ reading എടുക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു person ന്റെ vibration തീർച്ചയായിട്ടും നിങ്ങളിലേക്കും effect ആവുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം പല വ്യക്തികൾക്കും ഒരുപക്ഷെ. അപ്പൊ നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ sun and strength ആ വന്നിരിക്കുന്നത്. മുന്നോട്ടേക്ക് നിങ്ങളുടെ ഒരു life എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു life ആണ്. നിങ്ങൾ ഒരു destiny ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു person ആണ് നിങ്ങളുടെ ഒരു destiny എന്ന് പറയുന്നത്. okay.
ആ ഡെസ്റ്റിനിയിലേക്ക് എത്തുന്നതിനുള്ള ആ ഒരു യാത്രയിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കുറേയധികം കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ആ ഒരു വേദന നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോവുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കർമ്മയായിരുന്നു. കാരണം നിങ്ങൾക്ക് കുറച്ച് ബാഡ് കർമ്മ അനുഭവിക്കേണ്ടതായിട്ട് ഉള്ള വ്യക്തികളായിട്ട് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങളായിരുന്നു. കാരണം നിങ്ങളുടെ പാസ്റ്റില് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സഫർ ചെയ്തു. അതുപോലെ ഈ ഒരു പ്രസന്റിലേക്ക് വന്നപ്പോഴും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ഹീലിംഗ് നടക്കുകയുള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അതുപോലെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ടൈമിൽ. അപ്പൊ അത്രത്തോളം നിങ്ങൾ കണക്റ്റ് ആവുക എന്നുള്ളത് ഫേറ്റ് ആണ്, നിങ്ങളുടെ ഒരു വിധിയാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് നിങ്ങൾ ചെയ്തു തീർത്തത്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങളാണ് ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ടത്. ആ ഒരു വിശ്വാസമാണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നത് ഇത്രത്തോളം താമസിച്ചു കഴിഞ്ഞെങ്കിലും ആ ഒരു കറക്റ്റ് ടൈമിംഗ് പീരീഡ് അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പുതിയ അവസരങ്ങളായിട്ട് ഇവരുടെ മുന്നിലേക്ക് വരും. ഫോർച്യൂൺ, ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഒരു പേഴ്സൺ ഒരു നല്ല ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നത്. എന്ത് രീതിയിലുള്ള സാഹസം എടുത്തിട്ടാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ട് ബിൽഡ് ചെയ്ത് നിങ്ങളെ ചേർത്ത് പിടിക്കണം. ആ ഒരു എയിം തന്നെയാണ് ഇവർക്കുള്ളത്. അപ്പൊ ഇവരുടെ ഒരു ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളെ തീർച്ചയായിട്ടും ഇവർക്ക് വേണം. അതും എങ്ങനെ വേണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ വന്ന് ഒരു വഴക്ക് സാധാരണ നടക്കുന്ന പോലെ വന്ന് മിണ്ടിയിട്ട് അങ്ങനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അവർ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തന്നെ വരണം എന്നാണ്. കാരണം അത്രത്തോളം നിങ്ങൾക്ക് തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കംഫർട്ട് സോൺ ആണ് നിങ്ങൾ. അവർക്ക് പല രീതിയിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരു ചതിയോ കാര്യങ്ങളോ ഒക്കെ കാണിച്ച വ്യക്തികളാണ് എങ്കിൽ പോലും അവർക്ക് പലപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ഒരു ഭയമുള്ള വ്യക്തികളാണ്. അതിനെല്ലാം തന്നെ ആ ഒരു സിറ്റുവേഷനെ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു ദേവതയ്ക്ക് തുല്യം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ജെന്റ്സ് ആൻഡ് ലേഡീസ് നിങ്ങൾ ആരൊക്കെയാണോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ കാണുന്ന റീഡിംഗ് കാണുന്ന വ്യക്തികൾ പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി സ്ത്രീ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സങ്കല്പം ദേവത എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നേരെ തിരിച്ചും ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്രത്തോളം ഒരു പ്രശ്നം നിങ്ങളുടെ അടുത്ത് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് എല്ലാത്തിനും പേടിയാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളോട് മിണ്ടുന്ന കാര്യത്തിൽ. അവർക്കൊരു പേടിയാണ്, ഭയമാണ് അവരെ. കാരണം നിങ്ങൾ ഇനി എങ്ങനെ ആയിരിക്കും, ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും ഇവർക്ക് പെട്ടെന്ന് പറ്റില്ല. കാരണം ഇവർ പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർക്കൊരു വലിയ കർമ്മ, നിങ്ങൾ അനുഭവിച്ച ബാഡ് കർമ്മ പോലെ തന്നെ ഈ ഒരു പേഴ്സൺ വലിയൊരു കർമ്മ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ട് എന്നിട്ടും പഠിക്കാതെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ കണ്ണീരും കൂടെ ഏറ്റുവാങ്ങിയിട്ട് അതിനേക്കാൾ വലിയൊരു കർമ്മയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടേത് ഒരു ലോ എനർജിയിൽ നിൽക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ലോ എനർജി എല്ലാം മാറിയിട്ട് ഇവർക്കൊരു ഹൈ വൈബ്രേഷനിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ വന്നിട്ടുണ്ട്. സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ടെലിപ്പതിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഇവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരും അവിടെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു നല്ല മൊമെന്റ്സിൽ ഉണ്ടായിരുന്ന കേട്ടോണ്ടിരുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഓർമ്മ വരുന്നുണ്ടാകാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ വേൾഡ് വന്നിട്ടുണ്ട്. ന്യൂ സൈക്കിൾ ആണ്. നിങ്ങളുടെ ആ ഒരു കാർമിക് കംപ്ലീഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നിങ്ങൾ പോകേണ്ടിയിരുന്ന കുറച്ച് കാർമിക് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതിലൂടെ പോയ വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിട്ട് ആ ഒരു കാർമിക് ആയിട്ടുള്ള ബാഡ് കർമ്മകളെല്ലാം തീരുകയാണ് ഇവിടെ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ സൈക്കിൾ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ന്യൂ സൈക്കിളിലൂടെയുള്ള ഒരു ട്രാവലിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഫുൾഫിൽമെന്റ് ആണ്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സക്സസ്, ഒരു ഹാപ്പിനെസ്, അതിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നമുക്കിവിടെ 10 of cups കിട്ടിയിട്ടുണ്ട്.
ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫാമിലി കാർഡാണ്. അതും അത്രത്തോളം സന്തോഷത്തോടു കൂടി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ടെൻ ഓഫ് കപ്സിന്റെ എനർജി. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നു പോയിട്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക്, ഒരു കുടുംബ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ റിലേഷൻ ഏത് രീതിയിലുള്ളതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രപഞ്ചം. നിങ്ങൾ ആ ഒരു കഥയിൽ ആടിക്കളിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ്. ആ ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രത്തോളം വേദനകളിലൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പലപ്പോഴും വിശ്വാസക്കുറവ് വരുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ് വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടത് ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. ഓക്കെ. അതുപോലെ ഹെയറോഫന്റ് വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ അവരുടെ ഒരു ലോ എനർജിനെ റീചാർജ് ചെയ്തിട്ട് ഒരു ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയിട്ട് ഒരു ടൈമിംഗ് പീരീഡ് അനുസരിച്ച് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അത് അവരുടെ മനസ്സിൽ അവരായിട്ട് തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഇതിൽ മറ്റൊരു വ്യക്തികളുടെയും സ്വാധീനം ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സ്വന്തം തീരുമാനങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് വരാനാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിച്ചിരിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് മറ്റു പുറത്തു നിന്നുള്ള വ്യക്തികളോ ഫാമിലി, ഫ്രണ്ട്സ്, എന്ത് പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇവർ നിങ്ങളിൽ നിന്ന് പോയതെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ കൂടെ ആരുമില്ല. ഇവർ തീർത്തും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർക്ക് പലപ്പോഴും ഇവരുടെ വേദനകളെ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഡിപ്രഷൻ മൂഡിലൂടെയൊക്കെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവർ ചെയ്ത പ്രവൃത്തിയുടെ കർമ്മഫലമാണ്. ഇവർ നിങ്ങളോട് ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ കർമ്മഫലമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ജന്മത്തിൽ ചെയ്ത കർമ്മവുമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതുമുണ്ട്. ഈ ഒരു പേഴ്സണിലൂടെ നിങ്ങളും ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അതൊരു വിധി ആയിരുന്നു. അപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ആ ഒരു ബാഡ് കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പലപ്പോഴും പറ്റാതെ ഒരു ഡിപ്രഷനിലേക്ക് അവർ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഇപ്പൊ ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അതൊന്നും എൻജോയ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവരെപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലാണ്. നിങ്ങൾ പറഞ്ഞ ആ ഒരു എന്താ പറയാ ശരവേഗത്തിൽ അവരുടെ നെഞ്ചിലേക്ക് തറഞ്ഞ കുറെ വാക്കുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ആ ഒരു കാര്യങ്ങളെല്ലാം ആദ്യം നിങ്ങളോട് തർക്കിച്ച് നിങ്ങളോട് വിജയിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് നിങ്ങളോട് ആർഗ്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ നിങ്ങളിൽ നിന്ന് മാറി ആ ഒരു പേഴ്സൺ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പൊ അവരവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും അവര് ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ ഒരു ഓരോ വാക്കുകളെ കുറിച്ചാണ്. ആ ഓരോ വാക്കുകളിലും എത്രത്തോളം അർത്ഥവത്തായ വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞത് എന്നുള്ള ചിന്ത ഈ ഒരു പേഴ്സണ് എന്തായാലും ഇപ്പൊ മൈൻഡിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ വിട്ടിട്ട് പോയല്ലോ എന്നൊരു വേദന. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം ഇതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ വേദനിച്ചതിന്റെ 1000 ഇരട്ടി വേദന ഇപ്പൊ അവർ അനുഭവിക്കുകയാണ്. അവർ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തായാലും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ട്. ആ ഒരു പാഠങ്ങളൊക്കെ അവർ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇനി എല്ലാ രീതിക്കും ഒരു പൂർണ്ണമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നിങ്ങളിലേക്ക് വരണം. അത് വളരെ സന്തോഷത്തിലാണ് ഉള്ളുകൊണ്ട് നിൽക്കുന്നത്. കാരണം അവർ ചിന്തിക്കുന്നത്, ഞാൻ മാറിക്കഴിഞ്ഞാൽ അവരെന്നെ സ്വീകരിക്കുമല്ലോ. അപ്പൊ ഞാൻ എന്തായാലും മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി, അതായത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ഇവരെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട്. ആ ഒരു അറിഞ്ഞിരുന്ന് തന്നെയാണ് ഈ ഒരു പ്രവൃത്തികളെല്ലാം ഈ ഒരു പേഴ്സൺ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നാണ്. അപ്പൊ അവർ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്കിപ്പോ കംപ്ലീറ്റ്ലി ഒരു ലോ എനർജി ആണ്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് വന്നിട്ടാണ് നിങ്ങൾ മാറിപ്പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നമുക്കിവിടെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ കാണാത്തത് കൊണ്ട് ഇനി അവർ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ മുന്നിലേക്ക് എന്തൊക്കെ അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവരതൊന്നും സ്വീകരിക്കുന്നില്ല. കാരണം അവർ നിങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ഇനി അവർക്ക് അതൊന്നും വേണ്ട എന്നൊരു ചിന്തയാണ് അവരുടെ ഉള്ളിലുള്ളത്. അവർക്ക് അവരുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ ഒരു ഡെസ്റ്റിനിലേക്ക് ഇനി എന്തായാലും വൈകാതെ എത്തിയേ പറ്റുള്ളൂ. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഘടന കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. ഒന്ന്, രണ്ടു പേർക്കും നിങ്ങൾക്ക് മേ ബി ഒരുപക്ഷെ നിങ്ങളുടെ ഏജ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള ഒരു മടുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. പിന്നെ അതിന്റെ കൂടെ നിങ്ങളുടെ അതികഠിനമായ നിങ്ങളുടെ പ്രാർത്ഥന, അത് പറയാതിരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ പ്രാർത്ഥന, നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത്
ആ ഒരു സ്ട്രെങ്ത് ഒരിക്കലും ഈ ഒരു യൂണിവേഴ്സ് കാണാതിരിക്കുന്നില്ല എന്നുള്ളത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. കാരണം അവർ ഇപ്പോഴേ നിങ്ങളിലേക്ക് അട്രാക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കർമ്മയുടെ ഭാഗമായിട്ടാണ് ആ ഒരു സമയം എടുക്കുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ബാഡ് കർമ്മ കംപ്ലീറ്റ് അവസാനിക്കുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു കർമ്മ ഇനി അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. ആ ഒരു ബാഡ് കർമ്മ എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങളെ ആടി ഉലച്ച ഒരു സംഭവമാണ്. ഇനി അങ്ങോട്ട് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് വേൾഡ് ആണ്. അതായത് എല്ലാം നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുന്നു. എല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് അനുഭവ യോഗ്യമാവുന്ന അവസ്ഥ. ഇതുവരെയും എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്ക് അതൊന്നും അനുഭവയോഗ്യമായിരുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമൃദ്ധി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാം തന്നെ. അതുപോലെ അതിനേക്കാൾ ഉപരി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം, അതും പ്യുവർ ആയിട്ടുള്ള സ്നേഹം, അത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവല് ലോയിൽ നിന്നും ഹൈ വൈബ്രേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പെട്ടെന്ന് ചാടിക്കേറി വരാത്തത്. പക്ഷേ നമുക്കിവിടെ വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്. അവർ ഉടനെ തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. കാരണം അവർ നിങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. ആ ഒരു പേഴ്സൺ ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അതെന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ബാഡ് കർമ്മ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വന്ന വഴി ഇതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാർമിക് ആയിട്ടുള്ള challenges ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു കാർമിക് ആയിട്ടുള്ള challenges എല്ലാം തന്നെ complete ആയിട്ട് ഒരു unexpected ആയിട്ടുള്ള സമയത്ത് വിധി നിങ്ങളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു. ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ന്യൂ സൈക്കിൾ ആണ്. okay, ആ ഒരു സന്തോഷം ഈ ഒരു ന്യൂ സൈക്കിൾ വേൾഡ് നമുക്ക് 2 പ്രാവശ്യം വന്നിരിക്കുന്ന വേൾഡ് ആണ്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജീസ് ആണ് ഈ ഒരു യൂണിവേഴ്സ്, പ്രപഞ്ചം ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങളെ എത്തിക്കുന്നതും. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു നല്ല നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളും കുറച്ച് സെൽഫ് ലവ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പ്രിപ്പയർ ആക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മൈൻഡ് ഔട്ട് ആയി നിങ്ങളൊരു ലോ എനർജിയിലേക്ക് പോയാലും പെട്ടെന്ന് തന്നെ അതിനെ എക്സ്ട്രാ നിങ്ങളുടെ ഒരു കെയറിങ് കൊടുത്തിട്ട് അതിനെ പോസിറ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. അവർക്ക് നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായ സ്നേഹം വേണം. പലപ്പോഴും അവർ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉപബോധ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞു പോയ ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ആണുള്ളത്. നമ്മൾ പറഞ്ഞു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കിടയിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പൂർണ്ണമായിട്ടും പോകാത്തത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരു ദിവസമോ 2 ദിവസമോ വൈകിയാൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നത് നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെയാണ്. അതും സ്ട്രെങ്തോടു കൂടി എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളിലേക്ക് തന്നിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ വേദനകളെല്ലാം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ തന്നെയാണ് ആ ഒരു വ്യക്തി വരുന്നത് എന്നാണ് നമുക്ക് കാണിക്കുന്നത്. okay, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ എന്നും കൂടെ നിങ്ങൾ നോക്കുക. അങ്ങനെ മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി ക്ലെയിം ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ്. okay, അപ്പൊ നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുമായിട്ട് വെച്ചിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോറസ് എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, ഉത്രം എന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട്. മൂലം എന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ആ ഒരു സ്റ്റാർ ആയിരിക്കാം ബർത്ത് സ്റ്റാർ. ഡിസംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. മേ ബി ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഡിസംബർ മന്തിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ജെമിനി എന്നൊരു സൈൻ വന്നിട്ടുണ്ട്. വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്.
തൃക്കേട്ട. P എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 25 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഏജ് ആയിരിക്കാം. 1968 വന്നിട്ടുണ്ട്. ഉത്രം again വന്നിട്ടുണ്ട്. സ്റ്റാർ ആണ്, ബർത്ത് സ്റ്റാർ. രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട്. 1990 വന്നിട്ടുണ്ട്. 1990 വന്നിട്ടുണ്ട് ഇയർ. ആലപ്പുഴ വന്നിട്ടുണ്ട്. P എന്നൊരു ലെറ്റർ again വന്നിട്ടുണ്ട്. A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മകയിരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. G എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 1972 4 എന്നൊരു ഡേറ്റ് വന്നിട്ടുണ്ട്. മകം നക്ഷത്രം വന്നിട്ടുണ്ട്. ആയില്യം വന്നിട്ടുണ്ട്. 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. മേ ബി 10 ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കാം. D എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജാനുവരി മന്ത് വന്നിട്ടുണ്ട്. കാർത്തിക ബർത്ത് സ്റ്റാർ ആണ്. 22 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 22. അപ്പൊ ഇന്നിപ്പോ 20 ആണ്. അപ്പൊ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിലും എന്തെങ്കിലും വേണമെങ്കിലും സംഭവിച്ചേക്കാം. 35 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം. 44 വന്നിട്ടുണ്ട്. തിരുവാതിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ. വിർഗോ. P എന്നൊരു ലെറ്റർ again വരുന്നുണ്ട് കേട്ടോ. കാലിക്കറ്റ്. അക്വേറിയസ്. കാസർഗോഡ്. ട്രിവാൻഡ്രം. S എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഈ ഒരു എനർജീസ്, ഈ ഒരു റീഡ് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.